ഡിയേഴ്സ് എല്ലാവർക്കും സുഖാണോ? ഇന്ന് നമ്മളുള്ളത് ഗുരുവായൂർ വീട്ടിലാണ് കേട്ടോ. ഇന്നലെ രാത്രിയാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. അപ്പോൾ എല്ലാ ദിവസവും ഇങ്ങോട്ട് വരുമ്പോൾ നമ്മൾ തിരക്ക് പിടിച്ച് ഭഗവാനെ കാണാനുള്ള ആ ഓട്ടത്തിലായിരിക്കും. ഇങ്ങനെ സമയമൊന്നും കിട്ടാറില്ല. ഇന്നിപ്പോൾ ഞാൻ തീരുമാനിച്ചു കുറച്ച് വൈകിട്ട് അമ്പലത്തിലൊക്കെ പോയി ഒന്ന് തൊഴാലോ എന്ന്. അപ്പോൾ ഒരു 7 മണിയൊക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ രാവിലെയൊക്കെ എണീച്ചിട്ട് ഇവിടേക്ക് ഒന്ന് നടന്ന് ഒന്ന് മെല്ലെ പുറപ്പെട്ട് പോയാൽ മതിയല്ലോ എന്ന് വിചാരിച്ച് ഇന്നിപ്പോൾ ഒരു സാവകാശമുള്ള ദിവസമാണ് കേട്ടോ. നമ്മുടെ വീടിൻ്റെ അവിടെയൊക്കെ ഒരുപാട് വീടുകൾ വേറെ ഉണ്ടെങ്കിലും ഒരാളെയും മനുഷ്യനൊന്നും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ. ഇവിടെ താമസിക്കുന്നവരൊന്നും പുറത്തിറങ്ങാറേ ഇല്ല എന്ന് തോന്നുന്നത്. ഒരാളെ പോലും ഞാൻ കണ്ടിട്ടേ ഇല്ല. അങ്ങനെ നമ്മുടെ വീടിൻ്റെ അവിടെ റൈറ്റ് സൈഡിലായിട്ട് ഒരു കുളമുണ്ട്. അതിപ്പോൾ ആകെ പായലൊക്കെ പിടിച്ച് പച്ചപ്പൊക്കെ നിറഞ്ഞിങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ അതും കുറച്ച് നേരം ഞാനങ്ങ് നോക്കി നിന്നേ. രാവിലെ ആകുമ്പോൾ നമുക്ക് ഇങ്ങനെ നടക്കുമ്പോൾ ഒരു പ്രത്യേക ഫീലാണല്ലോ. മഞ്ഞും ഒരു ചെറിയ തണുപ്പും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. തലേ ദിവസം മഴയൊക്കെ പെയ്തിട്ടുണ്ടായിരുന്നേ. ഈ കുളത്തിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ വേറൊരു വീടുണ്ട്. ആ വീട് പൂട്ടിയിട്ടേക്കാണ്. അവിടെ ആരും ആൾ താമസമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ വീട് കേട്ടോ. അച്ഛനാണെങ്കിൽ ആവശ്യത്തിന് പച്ചക്കറികൾ മതിലിൻ്റെ മുകളിലൊക്കെ ചട്ടിയിൽ കുറേ പാത്രത്തിലും ഒക്കെ ആക്കി നട്ടു വെച്ചിട്ടുണ്ട്. കുറച്ച് പച്ചമുളകും പിന്നെന്താ മത്തങ്ങയോ വെള്ളരിക്കയോ എന്തൊക്കെയോ നട്ടു വെച്ചിട്ടുണ്ട്. പോരാത്തതിന് അമരക്കയും കൂടെ ഇതിലോട്ട് പടർത്തി വിട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരു കൊല അമരക്ക നിൽക്കുന്നുണ്ടായിരുന്നു. അതും കൂടെ പൊട്ടിക്കാമെന്ന് വിചാരിച്ചു. ശംഖുപുഷ്പവും അമരക്കയും കൂടിയിട്ടാണ് കേട്ടോ കയറ്റി വിട്ടിട്ടുള്ളത്. ഷീറ്റിൻ്റെ മുകളിലേക്ക് പടർന്ന് കയറിയിട്ട് നിൽക്കുകയാണേ. അപ്പോൾ ഒരു കൊല അമരക്കയൊക്കെ പൊട്ടിച്ചു കേട്ടോ. എന്നാൽ പിന്നെ എന്തായാലും നമ്മൾ പച്ചക്കറിയൊക്കെ പൊട്ടിക്കാൻ തീരുമാനിച്ച സ്ഥിതിക്ക് നമുക്ക് ഒത്തിരി പച്ചമുളകും കൂടെ പൊട്ടിക്കാമല്ലോ എന്ന് ഓർത്തു. എന്നിട്ട് പച്ചമുളകും കൂടെ പൊട്ടിച്ചെടുക്കുകയാണ്. ഒരുപാട് പച്ചമുളക് ഉണ്ടായി നിൽക്കുന്നുണ്ട്. അതെല്ലാം പഴുത്ത് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ പിന്നെ നമുക്ക് വീട്ടിലോട്ട് കൊണ്ടുപോകാമല്ലോ. അങ്ങനെ പച്ചമുളകും കൂടെ പൊട്ടിച്ചെടുത്തു. രാവിലെ ഞാനും മക്കളും മാത്രമാണ് നേരത്തെ കുളിച്ച് അമ്പലത്തിലൊക്കെ പോവാതെ മടി പിടിച്ച് ഇരുന്നിട്ടുള്ളൂ. രാവിലെ 2 ആൾക്കാർ വേറെ ഇവിടുന്ന് അമ്പലത്തിലോട്ട് പോയിട്ടുണ്ട്. അവർ 4 മണിക്കൊക്കെ കുളി കഴിഞ്ഞ് അമ്പലത്തിലോട്ട് പോയതാണ്. സീനിയർ സിറ്റിസണിൽ 5:30 തൊട്ടിട്ട് 7 മണി വരെ അവർക്ക് കയറാമല്ലോ. നമ്മൾ സീനിയറൊന്നും അല്ലാത്തതുകൊണ്ട് നമുക്ക് ക്യൂ ഒക്കെ നിന്നിട്ട് വേണം തൊഴാനായിട്ട്. അങ്ങനെ തൊഴുത് വരുന്ന വരവാണ് കേട്ടോ ഈ കാണുന്നത്. അമ്മയ്ക്കാണെങ്കിൽ ഇവിടെ വന്നാൽ മാത്രം തുണയ്ക്ക് ആളുടെ ഒന്നും ആവശ്യമില്ല കേട്ടോ ഗുരുവായൂരപ്പനെ കാണാൻ. എവിടെ പോവാനും ഞാനല്ലെങ്കിൽ മക്കളോ തുണ വേണം കേട്ടോ അമ്മയ്ക്ക് പോവാൻ. ഗുരുവായൂർ വന്നാൽ മാത്രം അമ്മ ഒറ്റയ്ക്ക് പോയി തൊഴുതിട്ട് വരും. അത് പിന്നെ ആരും തൊണയുടെ ആവശ്യമില്ല. ഞങ്ങളൊന്നും മടി പിടിച്ച് കിടന്നാലും അമ്മ ഒറ്റയ്ക്ക് 4 മണിക്ക് എണീറ്റ് കുളിച്ച് പോയി തൊഴുതിട്ട് വന്നോളൂ കേട്ടോ. അങ്ങനെ നമ്മുടെ പച്ചമുളകൊക്കെ പൊട്ടിക്കൽ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്കിതാ ഇത്ര അമരയ്ക്കും മുളകും കിട്ടിയിട്ടുണ്ട്. ഇനിയും പൊട്ടിക്കാനുണ്ടായിരുന്നു. പൊട്ടിച്ച് മടുത്തത് കാരണം പിന്നെ ഞാൻ നിർത്തിയിട്ടോ. അപ്പം വലിയ ആവേശത്തിൽ പോയ ഒരാൾ മുട്ടുവേദന എന്ന് പറഞ്ഞിരിക്കുന്നുണ്ട്. ഗുരുവായൂർ അമ്പലത്തിൽ നടന്നതിൻ്റെ ക്ഷീണം തീർക്കുകയാണ് കേട്ടോ. അപ്പോൾ അമ്മ ഗുരുവായൂരപ്പനെയൊക്കെ കണ്ടു വന്നിട്ടുണ്ട്. ഇനി വേണം ഞങ്ങൾക്ക് ഗുരുവായൂരപ്പനെ കാണാനായിട്ട് റെഡിയായി പോവാനായിട്ട്. അടുത്ത് ഞങ്ങൾ തൊഴാൻ പോകുമ്പോഴേക്കും നമ്മുടെ മുട്ടുവേദനയൊക്കെ കുറച്ചൊന്ന് മാറിയിട്ടുണ്ട്. അപ്പോൾ ആളും നീച്ചിട്ടുണ്ട്. ഞാനും അമ്മയും മക്കളും കൂടിയിട്ട് ഗുരുവായൂർ അമ്പലത്തിൽ തൊഴാനും പിന്നെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടില്ല കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ വീട്ടിൽ അച്ഛൻ കിടന്നുറങ്ങുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ വീടൊന്നും പൂട്ടേണ്ട ആവശ്യമില്ല. അച്ഛൻ നോക്കിക്കോളും. അപ്പം ഞങ്ങളൊന്ന് പുറപ്പെട്ട് ഇറങ്ങിയപ്പോഴത്തേക്കും എവിടെന്നോ വന്നു മഴ. അതുവരെ മഴയൊന്നും ഉണ്ടായിരുന്നില്ല. നല്ല വെയിലും ഇല്ലാത്ത നല്ല തണുത്ത ഒരു കാലാവസ്ഥയായിരുന്നു. ഞങ്ങളൊന്ന് പുറപ്പെട്ട് ഇറങ്ങിയ വഴിക്ക് മഴ ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് വീടിൻ്റെ അവിടെ നിന്ന് കുറച്ച് അങ്ങോട്ട് നടക്കാനുണ്ട്. കുറച്ച് അധിക ദൂരമൊന്നുമില്ല, വളരെ കുറച്ച് ദൂരം മാത്രം നടക്കാനുണ്ട്. റോഡ് ക്രോസ് ചെയ്തിട്ട് അങ്ങോട്ടേക്ക് പോകണം. അപ്പോൾ നമ്മൾ അമ്പലത്തിലോട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഗുരുവായൂർ അമ്പലത്തിൽ പിന്നെ തിരക്കില്ലാത്ത ഒരു ദിവസം പോലും ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഇപ്രാവശ്യം സ്വാമിമാരുടെ തിരക്കുണ്ട്, ഏകാദശി ഉത്സവം നടക്കുന്നതിൻ്റെ തിരക്കുണ്ട്, പിന്നെ ചെമ്പൈ സംഗീതോത്സവവും ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു. അതിൻ്റേതായ തിരക്കുകളും ഒക്കെ ഉണ്ട്. എന്നാൽ ഫാമിലീസ് ഇത്തിരി കുറവാണ് കേട്ടോ. വർക്കിംഗ് ഡേ ആയതുകൊണ്ടായിരിക്കാം ഫാമിലീസ് കുറവുണ്ട്. അപ്പോൾ ഞങ്ങളിതാ ഗുരുവായൂർ അമ്പലത്തിൻ്റെ പുറത്ത് നിന്നിട്ടാണ് കേട്ടോ തൊഴുതത്. അപ്പോഴത്തേക്കും എല്ലാവർക്കും വിശക്കാൻ തുടങ്ങി. മക്കളും ഞാനും ഒക്കെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഇരിക്കുകയാണ്. ഹോട്ടലിലും ഭയങ്കര തിരക്കാണ് കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഓർഡർ ചെയ്ത മസാല ദോശയും വടയും ഒക്കെ വന്നു. അങ്ങനെ ഞങ്ങൾ വിശപ്പൊക്കെ മാറിയ സന്തോഷത്തിൽ കുറച്ച് നേരം ഓഡിറ്റോറിയത്തിൽ ചെന്നിരുന്നു കേട്ടോ. അവിടെ സംഗീത കച്ചേരി നടക്കുന്നുണ്ടായിരുന്നേ. ഇപ്പോൾ നമ്മുടെ ഓഡിറ്റോറിയം കാണാൻ എന്തൊരു ഭംഗിയാണെന്നറിയോ. ഭഗവാന്റെ ഒരു വിഗ്രഹം വെച്ചിട്ടുണ്ട്.
അതിൽ കളഭമൊക്കെ ചാർത്തിയിട്ട് കാണാൻ എന്തൊരു രസമാണെന്നറിയാം. നോക്കി നിന്ന് പോകും നമ്മൾ. അവിടെ സംഗീത കച്ചേരി അല്ല ഞാൻ നോക്കി നിന്നത്, ആ ഓഡിറ്റോറിയത്തിൻ്റെ ഭംഗിയാണ് കേട്ടോ നോക്കി നിന്നത്. പണ്ട് നമ്മുടെ മേൽപ്പത്തൂർ ഓഡിറ്റോറിയം ഇങ്ങനെയൊന്നും അല്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ ഇത് കണ്ടാൽ ആരും ഒന്ന് നോക്കി നിന്ന് പോകും. ഒരു പ്രാവശ്യമെങ്കിലും ഇതൊന്നും ഒന്ന് കാണണം കേട്ടോ. അങ്ങനെ ഞങ്ങൾ കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്ത് ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ഇത് പിള്ളേർ വാങ്ങണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചേക്കായിരുന്നേ. അപ്പം അതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയതാണ് കേട്ടോ. എങ്ങനെയുണ്ട്, വെറുതെ ഒരു കോമഡിക്ക് വേണ്ടി ചെയ്തതാണ് കേട്ടോ. അത് വാങ്ങി, ആ കളർ തന്നെയാണ് കേട്ടോ ഞങ്ങൾ വാങ്ങിയത്. എന്നിട്ട് അങ്ങനെ തൊഴിലൊക്കെ കഴിഞ്ഞിട്ട് അമ്മയ്ക്കൊരു ബാഗ് വാങ്ങണമായിരുന്നു, അതും കൂടെ നോക്കിയിട്ടുണ്ട്. അവിടെ നടക്കിൽ നിന്ന് തന്നെ കുറച്ച് വിട്ടിട്ട് ഒരു കടയുണ്ടായിരുന്നു. ആ കടയിൽ ഒരുപാട് ബാഗുകൾ, നമ്മുടെ ഗുജറാത്തിക്കാരുടെ ബാഗ് പോലെ ഉണ്ട് കേട്ടോ ഇത്. അതൊക്കെ ഞങ്ങളങ്ങ് നോക്കി. അതൊന്നും അമ്മയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമായില്ല. അമ്മയ്ക്കാണെങ്കിൽ അങ്ങനെ ഇങ്ങനെയുള്ള ബാഗൊന്നും പറ്റില്ല. വള്ളിക്ക് നീളം വേണം, റൗണ്ട് പാടില്ല, പേഴ്സ് വെക്കാനുള്ള ഗ്യാപ്പ് വേണം, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അതെല്ലാം നോക്കിയിട്ടാണ് ഞങ്ങൾ ബാഗ് എടുത്തിട്ടുണ്ടായിരുന്നത്. ലാസ്റ്റ് ഞങ്ങൾക്ക് ഒരു ബാഗ് കിട്ടിയിട്ടോ. അങ്ങനെ കുറേ ബാഗുകൾ നോക്കിയതിന് ശേഷം അമ്മയ്ക്ക് ഈ ബാഗാണ് കേട്ടോ ഇഷ്ടമായത്. ഇതാണ് ഞങ്ങൾ വാങ്ങിയത്. ഞങ്ങൾ ബാഗൊക്കെ വാങ്ങിയതിന് ശേഷം നടക്കാൻ തുടങ്ങിയപ്പോൾ പിന്നെ കണ്ട കാഴ്ച ആ കമ്മലുകളുടെ ഒരു ശേഖരം തന്നെ ഉണ്ടായിരുന്നു കേട്ടോ റോഡ് സൈഡിൽ. എല്ലാം നല്ല ഭംഗിയുള്ള കമ്മലുകളായിരുന്നു കേട്ടോ. കുറച്ച് വലിപ്പം കൂടുതലാണെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഏതെടുത്താലും 100 രൂപയാണ്. വലുതെടുത്താലും ചെറുതെടുത്താലും വളയെടുത്താലും ഏതെടുത്താലും 100 രൂപയാണ് അവർ പറയുന്ന റേറ്റ്. അങ്ങനെ ഞങ്ങൾ ഒന്നും വാങ്ങിയില്ല, എല്ലാം എടുത്തൊക്കെ ഒന്ന് നോക്കിയിട്ട് അവിടെ തന്നെ വെച്ചിട്ട് പോന്നു. അപ്പം അയാളോട് ഞാൻ ചോദിക്കുമായിരുന്നു, ഇതിപ്പോൾ എന്താ ഏതെടുത്താലും 100 രൂപ. അപ്പുറത്തും വേറെ കമ്മലുണ്ടായിരുന്നേ, അവിടെ നിന്ന് എടുത്താലും 100 രൂപ. ഇതിൽ കുറയുമില്ല, ഡിസ്കൗണ്ട് വല്ലതും തരുമോ എന്നൊക്കെ ചോദിച്ചു. ഒട്ടും കുറച്ച് തന്നില്ല. അപ്പം ഞങ്ങൾ അവിടെ തന്നെ വെച്ചു. അങ്ങനെ കുറച്ചധികം നേരത്തെ കടകൾ കയറി ഇറങ്ങലും വെയിലത്ത് നടക്കലും കമ്മൽ വാങ്ങലും ഷോപ്പിങ്ങും ഒക്കെ കഴിഞ്ഞ് ഞങ്ങളിത് തിരിച്ചെത്തിയിട്ടുണ്ട്. പോയ ഉഷാറൊന്നും വരുമ്പോൾ ഇല്ല കേട്ടോ. ആ വെയിലൊക്കെ കൊണ്ട് നടന്നതിൻ്റെ ആവും. ഇനി ഒരു 1-1.5 മണിക്കൂർ കിടന്നങ്ങ് ഉറങ്ങണം. അങ്ങനെ ഉറക്കമൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ വൈകിട്ട് ഒരു 3 മണി 4 മണിയോട് അടുപ്പിച്ച് ഞങ്ങളിത് അവിടെ നിന്ന് പോന്നിട്ടുണ്ട്. വീടൊക്കെ പൂട്ടി ഞങ്ങളിതാ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നലെ ഞങ്ങൾ ഗുരുവായൂർക്ക് എന്തിനാ വന്നത് എന്നൊക്കെ അടുത്ത വീഡിയോയിൽ പറയാട്ടോ. അപ്പോൾ ഗുരുവായൂർ വീടിൻ്റെ ഹോം ടൂർ വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ചാനലിൽ ഇട്ടിട്ടുണ്ട്. ലിങ്ക് ഞാൻ താഴെ കൊടുക്കുകയും ചെയ്യാം. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കയറി കണ്ടു നോക്കൂട്ടോ. ഫുൾ ഹോം ടൂർ വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇത് ഡെയിലി റെൻറ്റിന് കൊടുക്കുന്ന വീടാണ് കേട്ടോ. അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക്